ഗുഡ് മോർണിംഗ്. അങ്ങനെ വീണ്ടും ഒരു സാറ്റർഡേ എത്തി. സാറ്റർഡേസിൽ വളരെ അപൂർവം കാണാൻ കിട്ടുന്ന ഒരു കാഴ്ചയാണ്. പക്ഷെ സാധാരണ ഈ സമയത്തേക്ക് എണീറ്റ് വന്ന് ചായ കുടിക്കണ ഒരു പരിവൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പം ഇന്ന് ഫോർ എ ചേഞ്ച് കുളിച്ച് റെഡി ആയതിൻ്റെ റീസൺ ഓബിയസ്ലി എവിടേക്കോ പോവാണ്. മാളൂസ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കണു. മാളു ഗുഡ് മോർണിംഗ്. താഴെ ഒരു ഗാനഗന്ധർവൻ പഴയ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഞാൻ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. എന്താ രാവിലെ തന്നെ നൊസ്റ്റാൾജിക് പാട്ടുകളൊക്കെ വെച്ചിട്ട് നല്ല പഴയ പാട്ടുകൾ കേട്ടിരിക്കുന്നത് ഞാൻ അങ്ങോട്ട് വരാം. ഗുഡ് മോർണിംഗ്. പഴയ മധുവിനെയൊക്കെ കണ്ട് ആസ്വദിച്ച് എന്താ പറയാ നൊസ്റ്റാൾജിക് മലയാളം സോങ്സ് ഒക്കെ കേട്ട് ഇരിക്കുകയാണ്. ഓൾമോസ്റ്റ് റെഡി ആയി ഞങ്ങള്. ശബ്ദം കുറയ്ക്കും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അഥവാ എവിടേക്കെങ്കിലും നമുക്ക് പോകാനുണ്ടെങ്കിൽ മാത്രമാണ് ഞങ്ങൾ നേരത്തെ എനിക്ക് കുളിയും കാര്യങ്ങളൊക്കെ. അത് ശനിയും ഞായറും മാത്രം നേരത്തെ എനിക്ക് എന്തിനാന്ന് എനിക്കറിയില്ല. രാവിലെ ഒരു 6:30-7 മണിക്ക് ആകുമ്പോഴത്തേക്ക് എനിക്ക് ഇവിടെ വന്നിരുന്ന് വല്ല ടി വി ആണോ മൊബൈലും നോക്കിയിരിക്കുകയോ. സാധാരണ എല്ലാവരും മൺഡേ ടു ഫ്രൈഡേ ഓഫീസ് ഉണ്ട്, നേരത്തെ എണീക്കണം, എങ്ങനെയെങ്കിലും ഒന്ന് ശനിയാഴ്ച ആവാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ആദ്യം വെതർ നോക്കട്ടെ. അതാണ് ഞാൻ ഡോറ് തുറന്ന് നോക്കിയത്. തണുപ്പാണ്. ഒരു 9-10 വരെയൊക്കെ പോകുന്നുണ്ട്. അതനുസരിച്ചിട്ട് വേണമല്ലോ ഏത് ജാക്കറ്റ് എടുക്കണം, എന്തൊക്കെ എന്താ പറയുക ആടയാഭരണങ്ങൾ എടുക്കണം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ആള് റെഡിയായോ? അപ്പോൾ നമ്മൾ ഇന്ന് പോവാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം എവിടേക്കാ പറ? ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലമാണ് നോർവിച്ച്. അത് ഇപ്സ്വിച്ചിന് തൊട്ടടുത്തുള്ള ഒരു ടൗണാണ്. അവിടെ കുറേ ഈ ഒരു ഫേമസ് കത്തീഡ്രലൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഗൂഗിൾ ചെയ്തപ്പോൾ ഇന്നലെ കണ്ടു. പിന്നെ മെയിനായിട്ട് ആനിവേഴ്സറി ചെലവ് ചെയ്യാനായിട്ട് കൊണ്ടുപോകാന്നാണ് എന്നോട് പറഞ്ഞിരിക്കണേ, അല്ലേ? ഇനി മാറ്റി പറയാൻ പറ്റില്ല, ക്യാമറയിൽ പറഞ്ഞു. അപ്പോൾ അവിടെ കുറേ സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സും പിന്നെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സും ഒക്കെ കണ്ടു. അപ്പോൾ അതിലേതെങ്കിലും ഒരെണ്ണം ഒക്കെ പോകണം എന്നൊക്കെയാണ് എൻ്റെ ലിസ്റ്റിലുള്ള കാര്യങ്ങൾ. ഫുഡ് ഐഡിയ ആണല്ലോ നമുക്ക് മെയിൻ കാര്യം. ടാക്സി പറഞ്ഞിട്ടുണ്ടല്ലേ? നമ്മുടെ ടാക്സി പറഞ്ഞിട്ടുണ്ട്. ട്രെയിൻ 1 മണിയുടെ ട്രെയിനാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 12:20 അല്ല 12:30 ആവുന്നു. ബാക്കി വിശേഷം പോണ വഴിക്കുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. നമ്മുടെ റെഗുലർ ഓർഡർ ആണോ? ഞാനും അച്ഛനും ഒരു ഹോട്ട് ചോക്ലേറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അവിടെ പോയി അയ്യോ അച്ഛൻ ട്രെയിൻ കയറി പോയാവാ. അതെ നിൽക്കുന്നുണ്ട്. എവിടെ? നല്ല തണുപ്പുണ്ട് മക്കളെ, നല്ല തണുപ്പുണ്ട്. ഞാൻ വിചാരിച്ചു അത്യാവശ്യം 10ഉം 11 കണ്ടപ്പോൾ ജാക്കറ്റൊന്നും ഇല്ലാതെ ഒപ്പിക്കാം. എന്നിട്ട് ജാക്കറ്റ് എടുക്കാണ്ട് വരാൻ പോയ ആളാ ഞാൻ. ഓപ്ഷൻസ് ചോദിച്ചതല്ലേ. സ്റ്റേഷനൊക്കെ കാണുമ്പോൾ വേണ്ട, എനിക്ക് എപ്പോഴും നമ്മുടെ CST സ്റ്റേഷനാണ് ഓർമ്മ വരിക. ഇത് ലാസ്റ്റ് സ്റ്റോപ്പാണ്. അങ്ങനെ ഓരോ പ്ലാറ്റ്ഫോം CST സ്റ്റേഷൻ കണ്ടവർക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനത്തെ ഒരു നൊസ്റ്റാൾജി അടിക്കുന്നുണ്ട്. ഇതാണ് നോർവിച്ച് സ്റ്റേഷൻ മുൻവശം. എവിടേക്കാ ഫസ്റ്റ് നമ്മൾ പോണത്? സ്ഥലം നോക്കിയാ? ആദ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് പോവാം, അല്ലേ? ഹോട്ടൽ. ആ കാര്യത്തിൽ ഞാനും മാളുമായിട്ട് യോജിക്കുന്നു. അവിടെ സ്റ്റേഷന്റെ തൊട്ടടുത്ത് കാണുന്നത് സ്റ്റേഡിയം ആണെന്ന് തോന്നുന്നു. സ്റ്റേഡിയം ആണോ? നമുക്ക് ഒരു ചെറിയൊരു കനാലിനല്ല പറയാ, ചെറിയൊരു ഫുട് ഓവർ ബ്രിഡ്ജ്. പിന്നെ നല്ല തിരക്കുണ്ട്, നല്ല ബിസി ആയിട്ടുള്ളൊരു സിറ്റി ആണെന്ന് തോന്നുന്നു. പിന്നെ നല്ല തണുപ്പുണ്ട്. അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അവിടെ തണുപ്പ്
അത്യന്താപേക്ഷികം. എന്റെ മലയാളം ഞാൻ തോറ്റു. ഇവിടെ ബോട്ടിംഗ് ഉണ്ടെന്ന് തോന്നുന്നു. ബോട്ടിംഗ് ആർക്കെങ്കിലും താല്പര്യം കൊതുമ്പോളം തുഴയാം. നീന്താൻ അറിയുന്നുണ്ടെങ്കിൽ കൊതുമ്പോളം തുഴയാം, അല്ലെങ്കിൽ പിന്നെ പബ്ലിക് ഡിമാൻഡ് മാനിച്ച് 2 മണി ആയതുകൊണ്ട് ഞങ്ങൾ നേരെ പോകുന്ന ഫസ്റ്റ് ഡെസ്റ്റിനേഷനാണ് കുട്ടടി. Come on, follow me. രണ്ട് ഗൂഗിൾ മാപ്പിനെ ഫോളോ ചെയ്തിട്ടാണ് ഞാൻ ഈ നടക്കണത്. ഒരാൾ തെക്കോട്ട് പറയും, കുറച്ച് കഴിയുമ്പോൾ വടക്കോട്ട് പറയും, പിന്നെ നേരെ പറയും, പിന്നെ ഇടത്തോട്ട് പറയും. എങ്ങട്ടാ? അതുകൊണ്ട് ഒരു ഗൂഗിൾ മാപ്പ് ഫോളോ ചെയ്തിട്ട് പോലും തെറ്റിക്കുന്നോ? വഴി തെറ്റിയാൽ ഞാൻ റിട്ടേൺ നടക്കില്ല കേട്ടോ. എനിക്ക് വയ്യ കുറേ നടക്കാൻ. വഴി തപ്പി പിടിച്ച് ഞങ്ങൾ ഇവിടുത്തെ കാസിൽ കാണണ്ടോ, നോർവിച്ച് കാസിലിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഷോർട്ട് കട്ട് കണ്ടുപിടിച്ചത്. വാക്ക് ചെയ്തിട്ടാണ് പോകേണ്ടത്, ബസ്സൊന്നും എടുത്തില്ല. 15 മിനിറ്റ്സ് ആയിരുന്നു കാണിച്ചത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം വരുന്ന സ്ഥലമല്ലേ, നടന്ന് പോവുകയാണെങ്കിൽ നമുക്ക് കുറേ സ്ഥലങ്ങൾ കാണാൻ പറ്റുമല്ലോ. ഇത് കണ്ടോ, ഇതൊരു ലിഫ്റ്റാണ്. അതിപ്പോൾ പണി നടക്കുകയാണോ, അവിടെ എന്തോ പണികൾ നടക്കുന്നുണ്ട് കേട്ടോ. നല്ല കാറ്റ്. അപ്പോൾ ഇതാണ് നോർവിച്ച് കാസിൽ ആൻഡ് മ്യൂസിയം. തിരിച്ചു വരുമ്പോൾ സമയമുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലൊന്ന് കയറി നോക്കാം. ഗൂഗിൾ മാപ്പ് നമ്മളെ കൊണ്ടുപോകുന്നത് ഒരു ആർക്കേഡിൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ. ഈ നല്ല വൈബ്, നല്ല തിരക്ക്. എനിക്കെന്താണെന്നറിയില്ല, ക്രൗഡ് കണ്ടു കഴിഞ്ഞാൽ എന്തെന്നില്ലാത്തൊരു സന്തോഷം. അങ്ങനത്തെ സ്ഥലത്ത് വളർന്നുകൊണ്ടായിരിക്കാം മനസ്സ് നിറഞ്ഞു. ഈ നമ്മൾ ക്യാംഡൻ മാർക്കറ്റ് പോയില്ല കേട്ടോ. അതുകൊണ്ടാ മാക്രൻസ് ഒക്കെ ഇരുന്ന് ഇങ്ങനെ തിരിയുന്നുണ്ട് ആൾക്കാരെ ആകർഷിക്കാനായിട്ട്. ഇത് നമ്മൾ ക്യാംഡൻ മാർക്കറ്റിൽ പോയില്ലേ, അതുപോലത്തെ ഒരു സ്ഥലമല്ലേ. അത്ര വലുതല്ല, പക്ഷെ പല പല ക്വിസിനൊക്കെ ഉള്ള ഷോപ്സും കണ്ടോ, പലതരം കടകൾ. ഒരു സൈഡിലിങ്ങനെ ടേബിളൊക്കെ ഇട്ടിട്ട് ആളുകൾ ടൈം സ്പെൻഡ് ചെയ്യുന്നു, ഫുഡൊക്കെ കഴിച്ച്. നല്ലൊരു മാർക്കറ്റാണ് ഇവിടെ. കാരണം ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, ഒരുപാട് ഷോപ്സ് ഉണ്ട്, പല പല ഷോപ്സ്, ഈറ്ററീസ് ഉണ്ട് നല്ലോണം ഒരുപാട്. പിന്നെ ആൾക്കാർ വന്ന് നന്നായി ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഇവിടെ പച്ചക്കറി, ഫ്രൂട്ട്സ്, പിന്നെ ആ സൈഡിൽ കുറെ ബാഗുകളെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പൊ നന്നായിട്ട് ഷോപ്പിംഗ് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും നമ്മൾ. പക്ഷെ നമ്മൾ മാളിൽ അവിടെ ഫുഡിന്റെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞങ്ങള് സെർച്ച് ചെയ്ത് വന്ന സ്ഥലത്തെത്തി. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ക്യാമ്പ്രൻ മാർക്കറ്റിലൊക്കെ കാണുന്ന പോലെ ഇതൊരു ചെറിയ ലൈക്ക് സ്റ്റോളാണ്. ഇതൊരു പ്രോപ്പർ എന്താ പറയുക റെസ്റ്റോറൻ്റ് അല്ല. പക്ഷെ ഫുഡിൻ്റെയൊക്കെ നല്ല റിവ്യൂസാണ്. റിവ്യൂസ് പോലെ തന്നെ ഇവിടെ വന്നപ്പോഴും നല്ല സ്മെല്ലാണ്. അതെനിക്ക് വേണം പ്രോപ്പർ ഒരു പഞ്ചാബി ടൈപ്പ് ഓഫ് ക്വിസിനാണ്. കണ്ടോ, ഇന്ത്യൻ ഫീസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇത്രയും ഒരു സ്മോൾ സ്പേസാണ്. അവിടെ ഇരുന്ന് കഴിക്കാനും സ്ഥലമുണ്ട്, അകത്തുമുണ്ട് പുറത്തുമുണ്ട്. പക്ഷെ ഭയങ്കര വലിയ റെസ്റ്റോറൻ്റ് അല്ല. അപ്പം ഞങ്ങളിതിനെ തൽക്കാല ആശ്വാസത്തിന് വേണ്ടിയിട്ട് 2-3 ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ബജ്ജി ചൂട്, പിന്നെ നല്ല മണം അടിക്കുന്നുണ്ട് കേട്ടോ. നല്ല സ്മെല്ലുണ്ട്. സൂപ്പർ ആണോ? അപ്പം ഞാനും കഴിച്ചോട്ടെ.
നല്ല ക്രിസ്പി. മേത്തി ആവണല്ലേ, മേത്തിയുടെ ഫ്ലേവർ നല്ല രസമുണ്ട്. നല്ല മൊരിഞ്ഞ ഓനിയൻ ബജി ഒക്കെ ഓരോന്നോരോട്ട് കഴിച്ച് തുടങ്ങുന്നതാണോ. ഇപ്പം ഞങ്ങൾ കാണിച്ചല്ലോ നേരത്തെ ഒരു ഇന്ത്യൻ ഫുഡ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. സോ സർ आपका नाम? मेरा नाम जसविंदर है, यहाँ पे सारे जहाज के नाम से जानते हैं. ओके, सो हमने यहाँ का खाना ट्राई किया, बहुत ही लाजवाब खाना है. सो मेरे जो भी इप्सविच में फ्रेंड्स हैं जिनको नॉर्थ इंडियन ट्राई करना है प्लीज़ विजिट कीजिएगा. ये कोई ऐसे प्रमोशन के लिए नहीं बोल रही हूँ, मैंने खुद टेस्ट किया है और मैं अपना पर्सनल रिव्यू बता रही हूँ. हमारा जो ऑथेंटिक इंडियन टेस्ट है वो आपको यहाँ पे मिलेगा. हम किसी तरह का कोई आर्टिफिशियल पाउडर या किसी तरह का कोई ऐसा कोई वो यूज़ नहीं करते हैं. हमने तो 3 डिशेस ट्राई किए, अब इससे ज़्यादा पेट में जगह नहीं, अदरवाइज और ट्राई कर लेते जैसे मैंने मेन्यू में देखा है. थैंक यू वेरी मच. हमारा जो होता है जैसे स्पेशल मेन्यू होता है, तो ट्यूसडे हम लोग छोले भटूरे करते हैं ओके और थर्सडे जो होता है वो हमारा कड़ी चावल पकौड़ा होता है. ओके. तो वो दो छोले भटूरे भी बहुत ये रहेगा छोले ना, भटूरे ट्यूसडे होते हैं, लेकिन बहुत डिमांड रहेगा ना. 2 बजे तक हमारा सोल्ड आउट हो जाता है. वो तो कभी भी ऑल टाइम फेवरेट है. हम तो वैसे मुंबई से है बट है साउथ से, ओके, बट ओके, ओके. हमको लाइक नॉर्थ इंडियन खाना काफी पसंद है. ऐसे ही फूड एक्सप्लोर करते करते आज नॉर्वेज पहुंचे. तो आधे घंटे की दूरी है इप्सविच से. सो इप्सविच वाले ज़रूर यहाँ पे अगर नहीं ट्राई किया है तो आकर ट्राई करना. मैं शॉप का नाम वगैरह भी डाल दूंगी. इट्स इंडियन फीस्ट. इंडियन फीस्ट हमारा प्योर वेजिटेरियन और वीगन फूड है. ये नॉरिच के हार्ट में जो मार्केट है, नॉरिच मार्केट इसको बोलते हैं, तो वहाँ पे ये छोटी सी हमारी शॉप है. लेकिन ये है कि आपको टेस्ट जो हम इंडिया वाले मिलेगा. राइट राइट. थैंक यू सो मच बहुत फॉर बढ़िया. योर टाइम. थैंक यू. അറ്റത്ത് കാണുന്ന ഒരു കാത്തഡ്രലില്ലേ, നമ്മൾ അങ്ങോട്ട് ലക്ഷ്യം വെച്ച് നടക്കുകയാണ്. അപ്പോൾ കാത്തഡ്രൽ പോകുന്ന വഴി ഇങ്ങനെ ഒരു എന്താ പറയുക സ്ട്രീറ്റ് വാക്ക്, വണ്ടികളൊന്നും വരില്ല. 2 സൈഡും ഷോപ്സ്, നമുക്കിങ്ങനെ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് കടകളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ഇങ്ങനെ പോവാം. ഒരു 8 മിനിറ്റ് കാണിക്കുന്നുണ്ട് ഇവിടുന്ന്. എന്താ 2 കുരങ്ങന്മാർ പരസ്പരം പൊക്കി നടക്കണം. അല്ല, അവിടെ ഒരു കുരങ്ങനെ കണ്ടു. ഒരു കുരങ്ങനെ ഇങ്ങനെ ഞാൻ പറഞ്ഞത് അച്ഛൻ കാണിച്ചതാ. അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞത് അവിടെ മിറർ ആണല്ലോ, അച്ഛൻ എന്തിനാ പറയണേ. കുരങ്ങനെ കണ്ട അപ്പുറത്ത്, പക്ഷെ മാള് നോക്കിയപ്പോ മിററാണ്. എനിക്ക് എന്താ മനസ്സിലായി. നിങ്ങൾ 2 പേരും ഇങ്ങനെ സ്വന്തം ജാതി പറഞ്ഞ് ഇങ്ങനെ കളിക്കണം എന്തിനാ പറഞ്ഞത്? അമ്മ കൊരങ്ങനല്ല ഞാൻ പറഞ്ഞില്ല. സോറി, ഞാൻ രൂപാന്തരപ്പെട്ടു.